Good morning, students. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച എ സിയുടെ ബാക്കി പോർഷൻ പഠിക്കാം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. Q factor of an series LCR circuit is the ratio between the voltage drop across the inductance or capacitance to the voltage total applied voltage at a resonance. Q factor of a LCR circuit is the ratio between the voltage drop across the inductance or capacitance and the voltage drop across the resistance. നമുക്കറിയാം ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഇമ്പിഡൻസ് റെസൊണൻസിൽ വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി റെസിസ്റ്റൻസ്. കാര്യം റെസൊണൻസിൻ്റെ കണ്ടീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അറ്റ് റെസൊണൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. So impedance of the LCR circuit is equal to, impedance in the equation നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Z is equal to root of R square plus L omega minus 1 by C omega the whole square. അതിനകത്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയ L omega കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയ 1 by C omega തുല്യമാകുമ്പോൾ L omega minus 1 by C omega becomes 0. അതിൻ്റെ ഫലമായിട്ട് ഇമ്പിഡൻസ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ആകും. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഒരു സീരീസ് LCR സർക്യൂട്ട് റെസൊണൻസിൽ ഇഫക്റ്റീവ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് തുല്യമാകും. അതുകൊണ്ട് തന്നെ സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് വോൾട്ടേജ്, റെസൊണൻസിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് ആയ വോൾട്ടേജിന് തുല്യമാകും. അതുകൊണ്ട് ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ inductive reactance means L omega, and the effective impedance, effective voltage at resonance or effective voltage എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നുള്ളതിലുപരി ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്റ്റൻസ്, ദാറ്റ് ഈസ് I into L omega. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഹിയർ L omega is the resistance offered by the inductor, that is inductive reactance. Therefore, I into L omega is the voltage drop across the inductance, and the voltage drop across the or effective voltage or voltage drop across the resistance. That is I into L omega by I into R. That is equal to L omega by R. അപ്പോൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം ക്യൂ ഫാക്ടറിനെ. ഒന്നുകിൽ നമുക്ക് പറയാം വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ഇൻഡക്റ്റൻസ് to the effective voltage at resonance എന്ന് പറയാം. അതല്ലെങ്കിൽ Q factor is the ratio between inductive reactance and the resistance. അല്ലെങ്കിൽ നമുക്ക് പറയാം it is the ratio between capacitive reactance, that is 1 by C omega, by resistance, that is 1 by R C omega. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ക്വാളിറ്റി ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ is the ratio between the voltage drop across the inductance or the voltage drop across the capacitance to the effective voltage or applied voltage at resonance. അങ്ങനെയാണെങ്കിൽ Q factor is equal to I into L omega by I into R or I into 1 by C omega by I into R എന്ന് എഴുതാം. That is equal to L omega by R or 1 by C omega by R. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഫാക്ടറിനെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ ഇഫക്റ്റീവ് ഇമ്പിഡൻസ് അറ്റ് റെസൊണൻസ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ദി റെസിസ്റ്റൻസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെസൊണൻസിൽ ഒരു ഗ്രാഫ് വരച്ചായിരുന്നു. ഫ്രീക്വൻസിയും കറണ്ടും തമ്മിലൊരു ഗ്രാഫ് വരച്ചായിരുന്നു. അതിനകത്ത് ഫ്രീക്വൻസിയും കറണ്ടും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. അതായത് അറ്റ് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിൽ കറണ്ട് വിൽ ബിക്കം മാക്സിമം. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കറണ്ട് നോക്കുവാണെങ്കിൽ അതിന് രണ്ട്
സൈഡ് ബാൻഡ് ഫ്രീക്വൻസികളുണ്ട്. ഇത് ഹൈ സൈഡ് ബാൻഡ് F2 ആണെന്നിരിക്കട്ടെ, ഇത് F1. അപ്പോൾ F1 ഇതിൻ്റെ കുറവ്, അതായത് ഒരൊറ്റ കറണ്ടിന് 2 ഫ്രീക്വൻസി വാല്യൂസ് കിട്ടും, F2 F1. ഇത് വെച്ച് നമുക്ക് Q ഫാക്ടർ പറയാനാണെങ്കിൽ Q ഫാക്ടർ ഈസ് ഈക്വൽ ടു റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി FR ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. അപ്പോൾ ഇങ്ങനെയും നമുക്ക് Q ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനിയും അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പവർ ഇൻ ആൻ LCR സർക്യൂട്ടിനെ കുറിച്ചാണ്. പവർ ഇൻ ആൻ LCR സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ ഇൻ ആൻ LCR സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കാം. പവർ നേരത്തെ നമ്മൾ ഓരോ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൽ, കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിൽ ഒക്കെ പഠിച്ചത്. അതുപോലെ തന്നെയാണ് ഇതും LCR സർക്യൂട്ടിൻ്റെ കേസിൽ. അപ്പോൾ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിലാണെങ്കിൽ നമ്മൾ പവർ എങ്ങനെ VI എന്ന ബേസിക് ഇക്വേഷനിൽ നിന്നാണ് എഴുതിയത്. അപ്പോൾ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൽ വോൾട്ടേജ് എങ്ങനെ വരും, കറണ്ട് എങ്ങനെ വരും, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് വെച്ച് നമ്മൾ അവിടെ പവർ കണ്ടുപിടിച്ചു. ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടുപിടിച്ചിട്ട് ആവറേജ് പവർ കണ്ടുപിടിച്ചു. സിമിലർലി ഇവിടെയും അത് തന്നെയാണ് പ്രൊസീജിയർ. അതായത് ആദ്യം നമുക്ക് പവർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അതാണ് നമ്മളുടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു I0 സൈൻ, നമുക്കറിയാം ഇവിടെ മറ്റേതൊക്കെ 90 ഡിഗ്രിയിൽ വ്യത്യാസമായിരുന്നു. അതേസമയം ഇവിടെ അതല്ല, ഒന്നുകിൽ +5 അല്ലെങ്കിൽ -5. 5ലെ വ്യത്യാസം നമ്മൾ -5 എടുക്കുന്നു. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി -5. ഇതാണ് നമ്മളുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പവർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി എന്ന് പറയുന്നത് VI ഓർ EI, ദാറ്റ് ഈസ് E0 സൈൻ ഒമേഗ ടി ഇൻറ്റു I0 സൈൻ ഒമേഗ ടി -5. ഇത് രണ്ടും അടുത്തെഴുതുന്നു. E0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി -5നെ നമ്മൾ അങ്ങനെ എഴുതും. സൈൻ A - B എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൈൻ A കോസ് B, അറിയാലോ, സൈൻ A കോസ് B മൈനസ് കോസ് A സൈൻ B. ഇനി നമ്മൾ അകത്തോട്ട് ഗുണിക്കുന്നു. E0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 മൈനസ് E0 I0 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ 5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പവർ. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ. ഇനി അടുത്ത സ്റ്റെപ്പ് ആവറേജ് പവർ. അതിന് മുമ്പ് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. E0 I0 കോസ് 5 ഇവിടെ ഇരിക്കട്ടെ, കോസ് 5 സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് ഇവിടെ നമ്മൾ E0 I0 ബൈ 2 ഇൻറ്റു 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ 5. ഇവിടെ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയെ സൈൻ 2 ഒമേഗ ടി എന്ന് എഴുതാം. അതാണ് നമ്മുടെ ഉദ്ദേശം. E0 I0 കോസ് 5 സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി സൈൻ 5. ഇനി നമുക്ക് ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ദിസ്. അതിനകത്ത് കോൺസ്റ്റൻറ്റ് വെളിയിലെടുക്കുന്ന E0 I0 കോസ് 5 ഇൻറ്റു ആവറേജ് സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് E0 I0 ബൈ 2 ഇൻറ്റു സൈൻ 5 ഇൻറ്റു ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി. ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചതാണ്. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ് 1/2.
therefore E0 I0 cos phi into 1/2 മൈനസ് ഇത് നമ്മൾ ആവറേജ് വാല്യൂ സൈൻ 2 ഒമേഗ ടി പഠിച്ചിട്ടുണ്ട്. അത് ഇൻഡക്ടറോളി സർക്യൂട്ടിലും പഠിച്ചു, കപ്പാസിറ്ററോളി സർക്യൂട്ടിലും പഠിച്ചു. ആവറേജ് വാല്യൂ ഓഫ് സൈൻ 2 ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0. therefore this is equal to E0 I0 sin phi into 0, that is equal to 0. therefore നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് E0 I0 by 2 cos phi, that is equal to E0 by root 2 into I0 by root 2 into cos phi. What is E0 by root 2? That is ERMS. I0 by root 2 is IRMS. Therefore, average value of power is equal to ERMS into IRMS into cos phi. ERMS, IRMS cos phi. അല്ലെങ്കിൽ ERMS എന്ന് പറയുന്നത് നമുക്ക് പറയാം EV IV cos phi. That is equal to EV IV cos phi. ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് പവർ ഇൻ ആൻ LCR സർക്യൂട്ട്. അപ്പോൾ ഒരു LCR സർക്യൂട്ടിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് പവർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത് ആദ്യം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ നമ്മൾ കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അത് വെച്ച് നമ്മൾ വോൾട്ടേജ് എഴുതി, അല്ലെങ്കിൽ EMF എഴുതി, അല്ലെങ്കിൽ അതിനകത്തെ വോൾട്ടേജ് ആയ ഇൻഡ്യൂസ്ഡ് EMF E0 sin ഒമേഗ ടി എന്ന് എഴുതി. LCR സർക്യൂട്ടിൻ്റെ തന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I0 sin ഒമേഗ ടി മൈനസ് 5. അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച്. പിന്നെ ബാക്കി ഇതെല്ലാം മാത്സാണ്, ഫിസിക്സ് ഇതിനകത്തൊന്നുമില്ല. പിന്നെ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി 1/2 വരും. ആവറേജ് വാല്യൂ ഓഫ് സൈൻ 2 ഒമേഗ ടി 0 വരും. അത് വെച്ച് നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് E0 I0 cos phi by 2. That is E0 by root 2 into I0 by root 2 into cos phi. E0 by root 2 is ERMS, I0 by root 2 is IRMS. അപ്പോൾ EV IV cos phi. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും പവർ ഈസ് ഈക്വൽ ടു EV IV cos phi. നോക്കുക, ഇവിടെ cos phi ഡിറ്റർമിൻസ് ദി വാല്യൂ ഓഫ് പവർ. പവറിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് cos phi. ഈ cos phiയുടെ വാല്യൂ അനുസരിച്ച് പവറിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും. ഫൈ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ, 90 അല്ലെങ്കിൽ ആദ്യം നമുക്ക് സ്പെഷ്യൽ കേസ് പറയാനാണെങ്കിൽ ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസായിട്ട് നമുക്ക് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടാണ് ഉള്ളത് എങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ഉള്ളി സർക്യൂട്ടിൻ്റെ കേസിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്, ഫേസ് ഡിഫറൻസ് ഇല്ല. therefore phi is equal to 0. അപ്പോൾ ഒന്നാമത്തെ കേസ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, റെസിസ്റ്റൻസ് ഉള്ളി സർക്യൂട്ട്. അതിൻ്റെ കേസിൽ phi is equal to 0 എന്ന് പറഞ്ഞാൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. therefore phi is equal to 0. cos phi is equal to cos 0, that is equal to 1. therefore average value of power is equal to ERMS into IRMS, that is EV IV. നമ്മൾ ആദ്യമേ പഠിച്ചത് EV IV. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്ടർ ഒള്ളി സർക്യൂട്ടിൻ്റെ കേസിൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഫേസ് ഡിഫറൻസ് phi എന്ന് പറയുന്നത് 90 ആണ്, π/2 ആണ്. therefore cos phi is equal to cos 90, that is equal to 0. therefore average value of power is equal to EV IV cos 90. cos 90 0 ആകുമ്പോൾ average value of power is equal to 0. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തു വരുന്നതാണ്. ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൻ്റെ കേസിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു 0. ഇനി കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ട്, ആ കേസിൽ കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിലും ഫേസ് ഡിഫറൻസ് phi is equal to 90. therefore average value of power is equal to EV IV cos 90. cos 90 is equal to 0. therefore average value of power is equal to 0. കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിലും ആവറേജ് വാല്യൂ ഓഫ് പവർ 0. ഇതാണ് ഇപ്പോൾ 3 കേസ്. ഇത് 3 കേസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പവർ പറഞ്ഞു കഴിഞ്ഞു, ആവറേജ് വാല്യൂ ഓഫ് പവർ പറഞ്ഞു. ഈ 3 കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിലും കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിലും പവർ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു 0.
പവർ കൺസ്യൂംഡ് 0 ആണ്. Therefore, for a purely inductive circuit or a purely capacitive circuit, the power consumed is equal to 0. That means the current in such a circuit does not perform any useful work. ഈ ഇൻഡക്ടറുള്ള സർക്യൂട്ടിലും കപ്പാസിറ്ററുള്ള സർക്യൂട്ടിലും നമുക്ക് പറയാം ഇതിൽ കൂടി പോകുന്ന കറണ്ട് ഇറ്റ് ഡസ് നോട്ട് പെർഫോം എനി യൂസ്ഫുൾ വർക്ക്. Therefore, that current is called wattless current. ആ കറണ്ട് ഒരു യൂസ്ഫുൾ വർക്കൊന്നും ചെയ്യാത്തതിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ ഐഡിയൽ കറണ്ട് ഓർ wattless current. In this case, the circuit does not consume any power. അത്തരം സർക്യൂട്ടുകളെ അത്തരം കറണ്ടിനെ നമുക്ക് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു 0. Therefore, the current in such circuits does not perform any useful work and such currents are called wattless current. അങ്ങനത്തെ കറണ്ടിനെയാണ് നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട്ലെസ് കറണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് LCR സർക്യൂട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം LCR സർക്യൂട്ടിൻ്റെ പറഞ്ഞത് മൊത്തം ഫേസർ ഡയഗ്രാം വെച്ചാണ് പറഞ്ഞത്. അതേ കാര്യം തന്നെ നമുക്ക് ഫേസർ ഡയഗ്രാം വെച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ EMFിനേക്കാളും 5 ഫേസ് ഡിഫറൻസ് ആണ് കറണ്ടിന് വരുന്നത്. അത് +or-5 ഫേസ് ഡിഫറൻസ് വരാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതാണ് ഒന്ന് ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനേക്കാളും കൂടുതലാണ് എന്നുള്ള കേസ് വെച്ചാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒരു LCR സർക്യൂട്ട് വരയ്ക്കാനാണെങ്കിൽ LCR അത് ഒരു AC സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കൺസിഡർ ആൻ LCR സർക്യൂട്ട് വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് an EMF E is equal to E0 sin omega t is applied to them. ഇനി നമ്മൾ ഇത് പഠിക്കുന്നത് അനലിറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്കറിയാം ഇതിനകത്തുള്ള ഇൻഡക്ടറിനകത്തുള്ള EMF എന്ന് പറയുന്നത് LdI/dt. കപ്പാസിറ്ററിലുള്ളത് ഈ EMFും കപ്പാസിറ്ററും തമ്മിലുള്ള റിലേഷൻ Q is equal to CV, therefore V is equal to Q/C. ഇതെന്ന് പറയുന്നത് I/R. അപ്പോൾ അത് വെച്ചാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ LdI/dt, that is the voltage across the inductance, plus Q/C plus I/R is equal to E0 sin omega t. അപ്പോൾ LdI/dt plus Q/C plus I/R is equal to E0 sin omega t. ഇനി നമുക്ക് ഇതിനെല്ലാം ഐയുടെ ഫോമിലാക്കി I കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്നും കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ വോൾട്ടേജ് കിട്ടി, ഇതിൽ നിന്ന് കറണ്ടിലേക്ക് വരണം. അറിയാം, ഇങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം I is equal to dQ/dt. അപ്പോൾ dI/dt എന്ന് പറയുന്നത് d/dt ഓഫ് dQ/dt. That is equal to d square Q/dt square. Q അപ്പം അത് നമുക്ക് കൊടുക്കാം. L into d square Q/dt square plus Q/C plus ഐക്ക് വരും dQ/dt into R is equal to E0 sin omega t. ഇതിൽ നിന്ന് നമുക്ക് അപ്പോൾ L into d square Q/dt square plus Q/C plus R into dQ/dt is equal to E0 sin omega t. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ Q is equal to QM sin omega t plus theta. Omega t plus theta. The solution of this equation is Q is equal to QM sin omega t plus theta. ഇതിൽ നിന്ന് dQ/dt കണ്ടുപിടിച്ചാൽ that is d/dt of QM sin
omega t plus theta. That is equal to Qm is maximum voltage, the maximum charge, the constant, therefore Qm into d by dt of sin omega t plus theta, that is cos omega t plus theta into omega. So Qm omega cos omega t plus theta dq by dt. ഇനി d square q by dt square കാണാം. ഇത് മൊത്തവും മാത്സ് ആണ്, ഇതിനകത്ത് ഫിസിക്സ് ഒന്നുമില്ല. പിന്നെ ചെയ്യുന്നു Qm ഇൻറ്റു ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു കോസ് Qm ഒമേഗ ഇൻറ്റു കോസിനെ ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു ഒമേഗ, ദറ്റ് ഈസ് മൈനസ് Qm ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ദിസ് ഈസ് ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ. എന്നിട്ട് ഇത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് E0 മാക്സിമം വാല്യൂ ഞാൻ ടെക്സ്റ്റിലെ പോലെ തന്നെ എഴുതാനാണെങ്കിൽ E0 എന്നുള്ളതിന് പോലെ VM എന്ന് കൊടുക്കാം. എന്നിട്ട് നോട്ട് VM എന്നാണ് വരുന്നത്, അതുകൊണ്ട് നോട്ടിനെ പോലെ തന്നെ എഴുതാം. മാക്സിമം വോൾട്ടേജ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. L into d square q by dt square വരാം മൈനസ് Qm ഒമേഗ സ്ക്വയർ മൈനസ് Qm ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പം L ഇൻറ്റു ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ആയി പ്ലസ് ക്യൂ ബൈ സി, ദറ്റ് ഈസ് Q എന്ന് പറഞ്ഞാൽ Qm ബൈ Q ഇസ് Qm സൈൻ ഒമേഗ ടി പ്ലസ്, അതാ Qm ബൈ സി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് R ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി, ദറ്റ് ഈസ് Qm omega into cos omega t plus theta is equal to Vm sin omega t. ഇനി ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇത് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ XL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L ഒമേഗ, XC എന്ന് പറഞ്ഞാൽ അറിയാം 1/c ഒമേഗ. ആ ടേംസിലാക്കണം, അതാ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഒരു L ഒമേഗ സ്ക്വയർ കിടപ്പുണ്ട്, അതിൽ നിന്ന് തന്നെ L ഒമേഗ എടുത്തു കഴിഞ്ഞാൽ XL ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ മൈനസ് XL ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം, L ഒമേഗ സ്ക്വയറിന് ഇൻറ്റു Qm സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് Qm ബൈ സി. ഇവിടെ ഒരു ഒമേഗയും കൂടെ വന്നാൽ കപ്പാസിറ്റീവ് ആവും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മേളിലും താഴെ ഒരു ഒമേഗ കൊണ്ട് ഗുണിച്ചു ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ഇവിടെ R ഇൻറ്റു Qm ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി. ഇനി നമുക്കിതിനെ നോക്കാം. ഈ Qm ബൈ സി ഒമേഗയ്ക്ക് വരെ ഇവിടെ XC കൊടുക്കാം. That is minus XL omega Qm sin omega t plus theta plus Qm omega into XC. 1/c omega is XC into sin omega t plus theta plus R omega Qm cos omega t plus theta is equal to Vm sin omega t. ഇനി നമുക്ക് ഇതിൽ കോമൺ ഫാക്ടർ എടുക്കാം. സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ Qm ഒമേഗ കോമൺ ഫാക്ടർ ഇതിൽ നിന്നും രണ്ടിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ Qm ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ കോമൺ ഫാക്ടർ എടുത്തു.
എടുത്തു കഴിഞ്ഞാൽ എക്സ് സി മൈനസ് എക്സ് എൽ, എക്സ് സി മൈനസ് എക്സ് എൽ പ്ലസ് ബാക്കി ഇവൻ ആർ ഒമേഗ ക്യു എം കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു ബി എം സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇനി ഇതിൽ നിന്ന് രണ്ടിനും ക്യു എം ഒമേഗ കോമൺ ഫാക്ടർ എടുക്കാം. ക്യു എം ഒമേഗ കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു എക്സ് സി മൈനസ് എക്സ് എൽ പ്ലസ് ആർ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു ബി എം സൈൻ ഒമേഗ ടി. വന്നല്ലോ. ഇത്രയായി. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു അറേഞ്ച്മെൻറ്റ് നടത്തണം. ഞാൻ ഇവിടെ ഇസഡ് കൊണ്ട് ഗുണിക്കുന്നു. ഈ ഇസഡ് കൊണ്ട് കോമൺ ആയിട്ട് ഗുണിക്കുമ്പോൾ ഓരോന്നിനെയും നമുക്ക് ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ക്യു എം ഒമേഗ ഇസഡ്, ഇസഡ് ഈസ് ദി ഇമ്പിഡൻസ്, ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ഇസഡ്. അപ്പോൾ ഈ ഇസഡ് ഇതിൻ്റെ കേസിൽ ക്യാൻസലായി. പ്ലസ് ആർ ബൈ ഇസഡ് ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു ബി എം സൈൻ ഒമേഗ ടി. ഇനി നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇമ്പിഡൻസ് ട്രയാങ്കിൾ, ഇമ്പിഡൻസുകൾ വെച്ച് വരയ്ക്കുന്ന ഒരു ട്രയാങ്കിൾ. ഇതാണ് ഇസഡ്, ഇത് ഫൈ, ഇത് ആർ, ഇത് എക്സ് സി മൈനസ് എക്സ് എൽ അല്ലെങ്കിൽ എക്സ് എൽ ഡിഫറൻസ് എക്സ് സി ആണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്കറിയാം സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർമ്മം, ദാറ്റ് ഈസ് എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ഇസഡ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ സമീപവശം, ദാറ്റ് ഈസ് ആർ ബൈ ഇസഡ്. ഇത് നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വെച്ചറിയാം. അതനുസരിച്ച് ഇവിടെ നമുക്ക് എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ഇസഡിനെ നമുക്ക് സൈൻ ഫൈ കൊടുക്കാം, ആർ ബൈ ഇസഡിന് കോസ് ഫൈയും കൊടുക്കാം. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് വരും നമുക്ക് നോക്കാം. ക്യു എം ഒമേഗ ഇസഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ into x c minus xl by z is sin phi plus r by z is cos phi into cos omega t plus theta is equal to bm sin omega t. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ നോക്കാം? ഇതിനകത്തെ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ സൈൻ ഫൈ, കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ കോസ് ഫൈ. അപ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്താണ്? അല്ലെങ്കിൽ രണ്ട് സൈനാ, കോസ് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി, that is cos a minus b. cos a minus b എന്നതാണ് വരുന്നത്. that is cos a cos b plus sin a sin b. that is qm omega z into cos a minus b. that is ഇവിടെ a നമ്മൾ എടുക്കുന്നത് ഒമേഗ ടി പ്ലസ് തീറ്റ
ആണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ കോസ് എ മൈനസ് കോസ് എ മൈനസ് ബി, ദാറ്റ് ഈസ്, ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കും, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പോൾ കോസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ തെറ്റായിരുന്നു. ഇത് സൈൻ എ കോസ് ബി അല്ല, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, ദാറ്റ് ഈസ് കോസ് എ മൈനസ് ബി. കോസ് എ മൈനസ് ബി ഈസ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ആ ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കോസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇനി നമ്മൾ കമ്പയർ ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വി എമ്മിൻ്റെ സ്ഥാനത്ത് മാക്സിമം വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത് ഈ ഫംഗ്ഷൻ, പിന്നെ ഒരു സൈൻ ഫംഗ്ഷൻ ആയതുപോലെ കോസിനെ നമ്മൾ സൈനിലേക്ക് മാറ്റാം, എന്നിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം വി എം ഈസ് ഈക്വൽ ടു ക്യു എം ഒമേഗ ഇൻറ്റു ഇസഡ്. വി എമ്മിൻ്റെ സ്ഥാനത്ത് ക്യു എം ഒമേഗ ഇൻറ്റു ഇസഡ്. ഇനി നമുക്ക് ഇവിടെ തീറ്റ മൈനസ് ഫൈക്ക് പകരം മൈനസ് പൈ ബൈ 2 വന്നാൽ നമുക്കിത് കമ്പയർ ചെയ്യാം. സൈൻ ഒമേഗ തീറ്റ മൈനസ് ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 വന്നാൽ കോസ് ഇതെന്ത് വരും, ഒമേഗ ടി. തീറ്റ മൈനസ് ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2, ദാറ്റ് ഇസ് കോസ് ഒമേഗ ടി മൈനസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് ഒമേഗ ടി മൈനസ് ഫൈക്ക് പകരം സൈൻ ഒമേഗ ടി വരും. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് വരും. അപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇനി കമ്പയർ ചെയ്യുമ്പോൾ ഡി എം ഈസ് ഈക്വൽ, അപ്പോൾ ഈ ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വി എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കുന്ന ക്യു എം ഒമേഗ ഇൻറ്റു ഇസഡ്, പിന്നെ ഒരു കോസ് ഫംഗ്ഷൻ, ഇവിടെ ഒരു സൈൻ ഫംഗ്ഷൻ. ഈ കോസ് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ ഇതിനെ വീണ്ടും സൈനിലേക്ക് ആക്കണം. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം വി എമ്മിൻ്റെ സ്ഥാനത്തുള്ളത് ക്യു എം ഒമേഗ ഇൻറ്റു ഇസഡ്, ദാറ്റ് ഇസ് വി എം ഈസ് ഈക്വൽ ടു ക്യു എം ഒമേഗ ഇൻറ്റു ഇസഡ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ദി ഇമ്പിഡൻസ്. ഇമ്പിഡൻസിനെ മറ്റൊരു ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വോൾട്ടേജ് കിട്ടുന്നത്. നമുക്കറിയാം ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ കറണ്ട് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വോൾട്ടേജ് കിട്ടുന്നത്. അതനുസരിച്ച് ക്യു എം ഒമേഗ എന്നതാണ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യു എം ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാക്സിമം കറണ്ട്. ദെയർഫോർ നമുക്ക് പറയാം ഐ എം എന്ന് മാക്സിമം കറണ്ടാണ് ഈ പറയുന്ന ക്യു എം ഒമേഗ. അപ്പോൾ ക്യു എം ഒമേഗ ഈസ് ഈക്വൽ ടു ഐ എം. അപ്പോൾ ഐ എം ഇൻറ്റു ഇസഡ് ആണ് പി എം. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഐ എം എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് ഐ എം എന്ന് പറയുന്നത് ക്യു എം ഒമേഗ എന്ന് പറയാം. ഇനി നമുക്ക് ഐ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഡി ക്യു ബൈ ഡി ടി എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഐ എം എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയായിരുന്നു. ഡി ക്യു ബൈ ഡി ടി എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നത് ക്യു എം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അതാണ് നമുക്ക് കിട്ടിയിരുന്നത്. ആ കറണ്ട് ഐ എന്ന് പറയുന്നത് ഡി ക്യു ബൈ ഡി ടി. ഡി ക്യു ബൈ ഡി ടി കിട്ടിയിരുന്നത് നേരത്തെ കിട്ടിയിരുന്നതാണ് ക്യു എം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ദാറ്റ് ഈസ് ക്യു എം ഒമേഗ നമുക്കറിയാം ഐ എം ആണ്. ക്യു എം ഒമേഗ ഇൻറ്റു ഇസഡ് ഐ എം, ഒമേഗ എന്ന് പറഞ്ഞാൽ ഐ എം ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ദാറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് തീറ്റയ്ക്ക് പകരം നമുക്ക് തീറ്റ മൈനസ് ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ കോസ് ഒമേഗ ടി, ഇതിനെ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ഫൈ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 2. therefore cos omega t minus pi by 2 is equal to sin omega t. അപ്പോൾ ഇതിനെ നമുക്ക് sin omega cos omega t minus pi by 2 എന്ന് പറയുന്ന സൈൻ ആയിട്ട് എഴുതാം. അതനുസരിച്ച് ആ ഇക്വേഷനിൽ നിന്നും തീറ്റ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 2 പ്ലസ് 5 എന്ന് എഴുതാം. തീറ്റ മൈനസ് 5 ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ആകുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 പ്ലസ് 5. അപ്പോൾ കോസ് ഒമേഗ ടി പ്ലസ് മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റയ്ക്ക് വരെ മൈനസ് പൈ ബൈ 2 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു എം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5 മൈനസ് പൈ ബൈ 2. കോസ് ഒമേഗ ടി പ്ലസ് 5 മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു എം
ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. ക്യു എം ഒമേഗ എന്ന് പറയുന്നത് ഐ എം ആണ്. അപ്പോൾ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു വി എം. ആദ്യം നമ്മൾ എഴുതിയ ഇക്വേഷനകത്ത് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ഒരു LCR സർക്യൂട്ടിൻ്റെ കേസിൽ 5 ഫേസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ XC ഗ്രേറ്റർ ദാൻ XL എന്ന കണ്ടീഷനിൽ +5. ഇനി XL ഗ്രേറ്റർ ദാൻ XC ആയിരുന്നുവെങ്കിൽ -5. അതാണ് വ്യത്യാസം. ഇതാണ് നമ്മൾ നേരത്തെ വെക്റ്റർ ഫോമിൽ വരച്ചിട്ട് ചെയ്തത്. അവിടെ നമ്മൾ പറഞ്ഞു ഒരു 5യുടെ ഫേസ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ വോൾട്ടേജ് കറണ്ടും തമ്മിൽ LCR സർക്യൂട്ടിൽ 5 ഫേസ് ഡിഫറൻസ് ആണുള്ളത്. അതേസമയം ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ π/2 ഫേസ് ഡിഫറൻസ് ആണുള്ളത്. പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലും π/2 ഫേസ് ഡിഫറൻസ് ആണുള്ളത്. അതേസമയം ഒരു പ്യുവർലി ഒരു LCR സർക്യൂട്ടിൽ സംഭവിക്കുന്നത് 5യുടെ ഫേസ് ഡിഫറൻസ് ആണ്. ഇത് മാത്തമാറ്റിക്കൽ രീതിയിലാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിന് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്.